സോഷ്യൽ മീഡിയ വഴി അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല സത്യം. പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റ് തടിച്ചു കൊഴുക്കും. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. അത് കൊഴുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. ചിലപ്പോൾ ചാനലിന് മുകളിലേക്ക് വളരും. അപ്പോൾ ലിമിറ്റ് വരെ ഉണ്ട് ബ്രോ പറയുന്നത്. ഒരു ലിമിറ്റ് വരെ ഉണ്ട്. ഞാൻ പറയേണ്ടി വന്നിട്ടില്ല ഇതിന് മുന്നേ പ്രേക്ഷകർക്ക്. പക്ഷെ നമുക്ക് വിഷമമുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉപ്പുമുളകിന്റെ കമന്റ് ബോക്സിൽ ചില ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, സിദ്ധാർത്ഥ് പ്രഭു ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ മുടിയനെ ഉപ്പുമുളകിലേക്ക് തിരിച്ചെടുത്തുകൂടെയെന്ന്. മുടിയനെ ഉപ്പുമുളകിലേക്ക് തിരിച്ചെടുക്കുവോ? അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട്. നമുക്കത് നോക്കാം. ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ ചില ഉപ്പുമുളകിൽ ഒരു പ്രശ്നമുണ്ട്, അതിൽ ഇടപെടണം. ഉപ്പുമുളകിൽ വലിയ പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ ലൊക്കേഷനിൽ പോയാണ്. നിങ്ങൾ ടെലിവിഷനിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല സത്യം. പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റ് തടിച്ചു കൊഴുക്കും. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. അത് കൊഴുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. ചിലപ്പോൾ ചാനലിന് മുകളിലേക്ക് വളരും. അപ്പോൾ ചാനലിന് മുകളിലേക്ക് വന്നാൽ അങ്ങനെ വളർന്നാൽ വെട്ടി വീഴ്ത്താതെ തരമില്ല എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. എനിക്ക് അതിൽ കൂടുതൽ പറയാൻ നിർവാഹമില്ല. ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു സൈഡ് മാത്രമാണ്. മറ്റേ സൈഡിൽ കടുത്ത പ്രശ്നങ്ങൾ നിരവധിയാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ ചില ലൊക്കേഷനുകളൊക്കെ ഷൂട്ടിംഗ് നടത്താൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ വഷളാക്കി വരും. കാരണം ഇവർ പെട്ടെന്ന് ആർട്ടിസ്റ്റ് ആവും. അതായത് ആരാ ഞാൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാനാണ് ഈ പരിപാടിയുടെ ജീവൻ. ശബ്ദമൊക്കെ അങ്ങ് കള്ളത്തുണ്ടയിലാവും. ഒരാള് ചാനലിന്റെ മുകളിൽ വളർന്നു എന്ന് വിചാരിക്കുക, എന്നിട്ട് വളർത്തിയവരെ വിമർശിക്കുക, ചാനലിനെ വിമർശിക്കുക, അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഋഷിയെ പറ്റിയാണ് പറയുന്നത്. കാരണം ആ ആക്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കൂടാതെ ഒരു വെല്ലുവിളിയും കൂടി ഉണ്ട്. പ്രേക്ഷകർ ഇനിയും അവന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അവനെ എക്സ്പോസ് ചെയ്തിട്ട് അവനെ നാണം കെടുത്തും. അങ്ങനെയുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഈ ഋഷിയുടെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ബിജു സോപാനം തന്റെ പഴയ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം. തിരിച്ച് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ UK യിലായിരുന്നു. അപ്പോൾ ഇവിടെ കഥയ്ക്ക് ചെറിയ വ്യത്യാസം വരും. അപ്പോൾ വ്യത്യാസം വരുത്തിയപ്പോൾ ചെറിയ വേറെ പെങ്കിളി ലെവലിലോ അല്ലെങ്കിൽ പഴയ നോവൽസിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സീരിയലിൻ്റെ മോശം പറയല്ല, നമുക്ക് ഇഷ്ടപ്പെടാത്ത സീരിയലുണ്ടല്ലോ, ആ നിലവാരത്തിലുള്ള സീരിയൽ പോലെ ആയി എന്നുള്ളൊരു കമൻസും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ, എനിക്ക് ആ പടം നമ്മുടെ ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലെവലിലല്ലേ പോവേണ്ടത്. ഞാൻ പറഞ്ഞത് 100% ശരിയാണ്. കാരണം അവന് വേണ്ടിയിട്ടല്ല ബാധിച്ചത്. ഈ നിലവാരത്തിൽ നിന്നൊരു പ്രോഗ്രാം ആ ലെവലിലോട്ട് താഴ്ന്നു എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി ആകുമ്പോൾ അവന് വിഷമം തോന്നിക്കാണാം. അപ്പോൾ അവൻ അങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷേ പോയിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അത് പ്രശ്നമില്ല, അധികം ചെയ്തത് വലിയ ഇതുള്ളൊന്നുമല്ല, എന്തോ അവന് വരാൻ ഒരു ബുദ്ധിമുട്ട് പോലെ നിന്നു. അല്ലെങ്കിൽ ആരെയും വിളിക്കട്ടെ, ആരും വിളിക്കാനില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് ആശ എന്ത് ചെയ്തു, ലൈവിൽ പോയിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ലൈവ് പോകുമ്പോൾ അതൊരു എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നുന്നില്ല. നമ്മുടെ കാര്യം തന്നെ ലൈവായിട്ട് പറഞ്ഞ് കുറ്റം പറയും വലിയൊരു പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. ഇത് ചെറിയ പടക്കം കഴിഞ്ഞ് മാറി നിൽക്കുന്നു. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം മുടിയനാണ് അതിൽ നിന്ന് പിണങ്ങി മാറി നിന്നേ. എന്നിട്ട് മുടിയൻ ലൈവ് ഇട്ടിട്ട് ഈ പ്രോഗ്രാമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞു. അത് ഇതിന്റെ സംഘാടകർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് മുടിയനെ സ്ഥിരമായിട്ട് ഈ പ്രോഗ്രാമിൽ നിന്ന് മാറ്റി. അങ്ങനെയാണ് സംഭവിച്ചത്. ഈ പ്രോഗ്രാം ഒരു കോമഡി സിറ്റ്കോം ആണ്, അതായത് സിറ്റുവേഷൻ കോമഡി. അങ്ങനെയാണ് ഇതിന് പറയുന്നത്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സേഷന്റെ ഭാഗമായിട്ടാണ് ഉപ്പുമുളകൊക്കെ പോയി കാണുന്നത്. ഇതിനകത്ത് ട്രെക്സ് ഒക്കെ കണ്ടന്റ് ആയിട്ട് കയറ്റിയിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. അങ്ങനെയാണ് ഋഷി പറയുന്നത്. പക്ഷെ കഥ പോയി 4 മാസം ഞാൻ മിണ്ടാണ്ടിരുന്നു. ഇപ്പൊ അവർ ചെയ്തിരിക്കുന്നത് എനിക്ക് അകത്തുനിന്ന് കിട്ടിയതാ. ഷൂട്ട് ചെയ്തിരിക്കുന്നത് മുടിയൻ ബാംഗ്ലൂരിൽ ഡ്രഗില് അകത്തായി. അത് മുടിയൻ അറിഞ്ഞത് എങ്ങനെ? മുടിയൻ അറിഞ്ഞത് അകത്തുള്ള ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പൊ നമുക്ക് പേരൊന്നും പറയാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാക്കേണ്ടി വന്നത്. ഇത് സിറ്റ്കോം ആണ്. നമുക്ക് അറിയാലോ, ഇതൊരു സിറ്റ്കോം പരിപാടിയാണ്. സീരിയലാണോ അത്? ഇല്ല, ഞങ്ങൾ സീരിയലിന് ഒരിക്കലും സൈൻ ചെയ്തിട്ടില്ല. ഈ സാധനം കല്യാണം കഴിക്കണം മുന്നേ നോർമലായിരുന്നു. എല്ലാവർക്കും അറിയാം. ബീജം ഉൾപ്പെടെ എല്ലാം സീരിയലാക്കി നല്ല തെറികമെന്റ് കിട്ടി. നമുക്ക് ആ സമയത്ത് നിൽക്കുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തെറികമെന്റും കാര്യങ്ങളും വരുക. കറക്റ്റാണ് സീരിയലാക്കി ഞങ്ങളുടെ പറഞ്ഞത്. ഇതിൽ ബിജു സോപാനം പറഞ്ഞ കാര്യം തന്നെയാണ് ഋഷി പറയുന്നത്. ഈ പ്രോഗ്രാം ഒരു സീരിയൽ ലെവൽ അല്ലെങ്കിൽ സീരിയലിനെക്കാളും താഴ്ന്ന ലെവലിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഋഷി ചോദ്യം ചെയ്തു. അതിന്റെ പേരിലാണ് ഋഷിനെ പുറത്താക്കിയത്. ബിജു സോപാനം സമ്മതിക്കുന്നുണ്ട് ഈ പ്രോഗ്രാം മോശമായിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിന് അത് ചോദിക്കാനുള്ള ധൈര്യമില്ല. കാരണം അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ പോലും ബിജു സോപാനം പേടിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരെന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അത് ആരാണെങ്കിലും ചോദിക്കും. അങ്ങനെ ചോദിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആരുടെയും മാടമ്പിത്തരം കണ്ടിട്ട് നമുക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റ് തടിച്ചു കൊഴുക്കും. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. അത് കൊഴുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. ചിലപ്പോൾ ചാനലിന് മുകളിലേക്ക് വളരും. അപ്പോൾ ചാനലിന് മുകളിലേക്ക് വന്നാൽ അങ്ങനെ വളർന്നാൽ വെട്ടി വീഴ്ത്താതെ തരമില്ല എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി. പിന്നെ ശ്രീകണ്ഠൻ നായർ ഋഷിക്ക് അഗനിസ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ പറഞ്ഞു കൊടുത്തത് അങ്ങനെയായിരിക്കും. മാത്രമല്ല ഡയറക്ടർ അത്ര പുണ്യവാളൊന്നും അല്ലല്ലോ. ഏറ്റവും ആദ്യം കേസ് വന്നത് ഈ ഡയറക്ടർക്കെതിരെയാണ്, നടി കൊടുത്ത കേസ്. എന്നിട്ട് അദ്ദേഹത്തെ സെറ്റിൽ നിന്നൊക്കെ കുറെ കാലം മാറ്റി നിർത്തിയിരുന്നു. എന്നിട്ട് ഇവർക്ക് പ്രോമിസ് ചെയ്തിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്, ഇനി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകത്തില്ലെന്ന്. എന്നിട്ടാണ് ഋഷിക്കെതിരെ ഇങ്ങനെ ഒരു തെറ്റുണ്ടായത്. പിന്നെ ഋഷി പറയുന്നുണ്ട് ഒരു സൈക്കോപാത്ത് സ്റ്റോറിയൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഡയറക്ടർ ശ്രമിച്ചെന്ന്. അവർ എഴുതണതിന് ചോദ്യമില്ല. ഇപ്പൊ ഈ അടുത്ത് എന്റെ അമ്മായി അച്ഛന് വേഷം കലക്കി കൊടുക്കുന്നു. അച്ഛനത് കണ്ടിട്ട് സന്തോഷത്തോടെ കണ്ട് മനസ്സിലാക്കിയിട്ട് എടുത്തു കൊടുക്കുന്നു. എന്താണ് സീരിയൽ പോലും അല്ലത്. ഈ സീരിയലിനെ കെട്ടി എന്ത് കഥ നിങ്ങൾ ആലോചിക്കും. ഇപ്പൊ ഫ്രിഡ്ജിനകത്ത് വെട്ടിയിട്ട മീറ്റ് പീസ് എല്ലാവരും വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ആ മീറ്റ് പീസിന്റെ കവറിനകത്ത് നിന്ന് ചോര വരിക. ആരും വെട്ടിയിട്ടാണെന്ന് എന്റെ അമ്മായിമ്മ. ഇതാണ് ഉപ്പുമുളകും. ബ്രോ അങ്ങനത്തെ ഉപ്പുമുളകാണോ? അതായത് ഇതൊരു സിറ്റ്കോം ആണെന്ന് ഓർക്കണം, സീരിയൽ അല്ല. എന്നിട്ട് പോലും ഇദ്ദേഹം കോമഡി അല്ല സീരിയസും അല്ലാത്ത രീതിയിലൊക്കെ ഓരോ സ്റ്റോറിയൊക്കെ കണ്ടന്റ് ആക്കി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഋഷി ലൈവ് ഇട്ടത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ബിജു സോപാനം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണെന്ന്. കാരണം അവൻ അവസ്ഥ ബുദ്ധിമുട്ടി നിന്നിരുന്ന സന്ദർഭത്തിലാണ് പറഞ്ഞത്. കാരണം ആരോടും അവന് പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയായി.
അവനാകെ പെട്ടു നിന്ന അവസ്ഥയിലാണ് ജനങ്ങളോട് പറഞ്ഞത്. ബിജു സോപാനത്തിനോടും നിശാ സാരംഗിനോടും ഒക്കെ ഈ കാര്യം പറഞ്ഞിട്ട് പരിഹാരം കാണാത്തതുകൊണ്ടാണ് അവൻ പബ്ലിക്കിലേക്ക് അത് എത്തിച്ചത്. ഒരു നിസ്സഹായ അവസ്ഥയായപ്പോഴത്തേനും പബ്ലിക്കിലേക്ക് ഇവൻ ഈ വിവരങ്ങൾ ഷെയർ ചെയ്തു. അതിലെന്താണ് തെറ്റ്? ഇതിന്റെ അത് ഋഷി പറയുന്നുണ്ട്, ആദ്യം സെറ്റ് വെച്ചിട്ട് നിശാ സാരംഗിനെ ഒരുപാട് ദ്രോഹിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഋഷിനെയാണ് ദ്രോഹിക്കാൻ തുടങ്ങിയത്. വളരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴത്തേനും ഋഷി അവിടെ നിന്ന് മാറി നിന്നു. അങ്ങനെയാണ് പറയുന്നത്. കാരണം എത്രത്തോളമാണ് ഞാൻ സഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിശാ സാരംഗി സെറ്റ് വെച്ചിട്ട് അതുപോലെ സഹിച്ചിരുന്നു, അത് സത്യമാണെന്നാണ് ഋഷി പറയുന്നത്. പുറത്ത് പോയി അമ്മയുടെ പ്രശ്നം നമ്മൾ പുറത്താക്കിയായിരുന്നു, പുറത്ത് പോയായിരുന്നു. അതുകൊണ്ടാണ് 3 ഡയറക്ടേഴ്സ് വേറെ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അവരെല്ലാം മാറി, വന്നവരല്ല. വന്നവരൊക്കെ മാറി. പിന്നെ നമ്മൾ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഉണ്ണിസാറാണ്, ചിലവർക്കറിയാം ഉണ്ണിസാറാണ് സീസൺ 2 തുടങ്ങിയത്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്, ഞാൻ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പ്രോമിസ് തന്നിട്ടാണ്. ആളുടെ സൈഡിൽ ഇങ്ങനത്തെ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അനിഷ്ടം ബിഹേവിയർ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പ്രോമിസ് തന്നിട്ടാണ് കയറ്റിയത്. പക്ഷെ കയറി ഉറണെന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ പറ്റിച്ച് പിറ്റേ നമ്മൾ സീരിയലാക്കുക. ഞാൻ നോക്കും മൊത്തം കരച്ചിലും പിടിച്ച സാധനങ്ങൾ ഞാൻ അടി ഉണ്ടാക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഉപ്പുമുളകും കണ്ടിന്യൂറ്റി തന്നെ ഇടാറില്ല. ഈ തുടരും എന്നുള്ള പരിപാടി ഇപ്പോഴില്ല. അത് മാറി അത് സീരിയലാക്കി തുടരും. ഉപ്പുമുളകിന്റെ ഫസ്റ്റ് കുറെ ആയപ്പോഴത്തേനും ഈ ഡയറക്ടറിനെ മാറ്റി നിർത്തി നടിയുടെ ഇഷ്യൂമായി ബന്ധപ്പെട്ട്. സെക്കൻഡ് ആയപ്പോഴത്തേനും ഈ ഡയറക്ടർ ഇവരോട് സംസാരിച്ചിട്ട് വന്നു. അത് പ്രതികാരം ചെയ്യാനായിട്ടാണെന്നാണ് ഋഷി പറയുന്നത്. നടീനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഋഷിനെയാണ് ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അല്ലെ മുടിയെ ഇറക്കിയതാണ് അതിൽ അങ്ങനെ പറയാം. എന്തുകൊണ്ട് ഈ അച്ഛനും അമ്മയും പ്രതികരിച്ചില്ല? അല്ലെ അതിനൊരു വാല്യൂ അവിടെ ഉണ്ടായില്ല? അച്ഛനും അമ്മയും പ്രതികരിച്ചില്ല. അച്ഛനമ്മ എല്ലാവർക്കും ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ആരും ഉണ്ടാകത്തില്ല. നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്സിലൊക്കെ എല്ലാവരും ഉണ്ടാവും. നമുക്കൊരു സങ്കടം വരുമ്പോഴത്തേനും ആരും തന്നെ ഉണ്ടാകത്തില്ല. അത് 100% ഉറപ്പാണ്. പിന്നെ ഋഷി പറയുന്നുണ്ട്, ബിജു സോപാനത്തിനാണെങ്കിലും നിശാ സാരംഗിനാണെങ്കിലും ആ സെറ്റിൽ ഒരു വോയിസും ഇല്ലെന്ന്. അവിടെ ഫുൾ വോയിസ് ഉള്ളത് ഡയറക്ടർക്കാണ്. ശ്രീകണ്ഠൻ നായർ ഏറ്റവും കൂടുതൽ ഫ്രീഡം കൊടുക്കുന്നതും ഈ ഡയറക്ടറിനാണ്. ഡയറക്ടർ പുണ്യവാളനാണെന്നാണ് ശ്രീകണ്ഠൻ നായറിന്റെ വിശ്വാസം. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.